ഹലോ മക്കൾസ്, നമുക്ക് പഠിക്കാനുള്ള 5 ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഈ 5 ഓർഗാനിക് ചാപ്റ്റേഴ്സിനും ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഓരോ ചാപ്റ്റേഴ്സിനും ഓരോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഹാലോ ആൽക്കൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യനാണ് മകൾ ആലോചിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്കും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചു പോവുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൽക്കൈൽ ഹാലൈഡ്സ് ദോ പോളാർ ആർ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ വൈ. ആൽക്കൈൽ ഹാലൈഡ്സ് പോളാറാണ്, പക്ഷേ വാട്ടറിൽ സൊല്യൂബിൾ അല്ല, വാട്ടറിൽ ഇമ്മിസിബിൾ ആണ്. എന്തുകൊണ്ട്? നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, പോളാർ ആയിട്ടുള്ള ആളുകൾ പോളാർ സോൾവെൻറ്റിൽ ലയിക്കും, നോൺ പോളാർ ആയിട്ടുള്ളവർ നോൺ പോളാറിൽ ലയിക്കും. അങ്ങനെയാണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സ് പോളാറാണ്, വാട്ടറും പോളാറാണ്. അപ്പോൾ 2 പോളാർ തമ്മിൽ ഡിസോൾവ് ആവണം, പക്ഷേ ഇവിടെ ഡിസോൾവ് ആവുന്നില്ല, ഇമ്മിസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ മക്കളെ? ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ എഴുതിക്കൊണ്ടു. എങ്ങനെ? വാട്ടറിൽ സൊല്യൂബിൾ അല്ല, വാട്ടറുമായിട്ട് ഇമ്മിസിബിൾ ആണ്, ഇയാൾ വാട്ടറിൽ മിസിബിൾ അല്ല എന്നുള്ള ടൈപ്പാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ അയാൾക്ക് വാട്ടറുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് വിത്ത് വാട്ടർ. ഈ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്സിന് വാട്ടറുമായിട്ട് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഏതായിരിക്കും ഇവിടുത്തെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സോ സൊല്യൂബിലിറ്റി ആയിക്കോട്ടെ, ബോയിലിംഗ് പോയിന്റ് ആയിക്കോട്ടെ, അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് ഇത്ര കുറവാണ്, എന്താ കാരണം? അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് ഇത്ര കൂടുതലാണ്, എന്താ കാരണം ചോദിച്ചാൽ, കുറവാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട്, കൂടുതലാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട്. ഇതേപോലെ വാട്ടറിൽ ഡിസോൾവ് ആവുന്നു, അപ്പം അയാൾക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റും. ഇയാൾ വാട്ടറിൽ ഡിസോൾവ് അല്ല, അപ്പോൾ ഇയാൾക്ക് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഇല്ല, വിച്ച് മീൻസ് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാൻ കഴിയുന്നില്ല. സോ അതാണ് വെരി സിമ്പിൾ ആൻസർ. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഇത് മാത്രമല്ല പറഞ്ഞത്, ഇതേ ടൈപ്പ് വരുന്ന എല്ലാ ടൈപ്പും നിങ്ങൾ ആൻസർ എഴുതിക്കണം. എന്നാണ് നമ്മുടെ ഒരൊറ്റ സൂത്രവാക്യം? ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്. ഓക്കെ, റെഡി. ദെൻ നമ്മുടെ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈതേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈതേഴ്സ് ആർ ജനറലി നോൺ റിയാക്റ്റീവ് കോമ്പൗണ്ട്സ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ഓഫ് ഈതേഴ്സ് ഈസ് ദ ആക്ഷൻ ഓഫ് HI. അപ്പോൾ നമ്മുടെ നോക്കിക്കേ, അനിസോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട്, C6H5OCH3 എന്ന് പറയുന്ന അനിസോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്കുണ്ട്. അതിലേക്ക് HI ചേർക്കുമ്പോൾ Aയും Bയും കിട്ടുന്നു. ഏതൊക്കെയാണ് പ്രൊഡക്റ്റുകൾ, എന്താണ് അതിന് കാരണം, എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ എന്നുകൂടെ ഉണ്ട്. മിക്കവാറും ആദ്യത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഐഡൻറ്റിഫൈ A and B എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാളെ ഈ ക്വസ്റ്റ്യനാണ് വരുന്നെങ്കിൽ ഐഡൻറ്റിഫൈ A and B എന്ന് പറഞ്ഞ ഉത്തരം എഴുതി മക്കൾ പോകും. പിന്നെ എക്സാം ഹാളിൽ നിന്ന് പുറത്തെത്തുമ്പോഴായിരിക്കും എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ എന്നുള്ള ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു, അത് കണ്ടില്ലല്ലോ എന്ന് പറയാം. സോ ക്വസ്റ്റ്യൻ എപ്പോഴും നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം. ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് കംപ്ലീറ്റ് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. സോ എന്താ വെരി സിമ്പിൾ മക്കളെ, നിങ്ങൾക്ക് ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ HIയുമായിട്ട് ഒരു റിയാക്ഷൻ പഠിക്കാനുണ്ട്. ഈതർ HIയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഈതറാണ്, അനിസോൾ എന്ന് പറയുന്ന ഒരു ഈതറാണ്. ഇയാൾ HIയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ റൈറ്റിലോ ലെഫ്റ്റിലോ ബ്രേക്ക് ചെയ്യും. എവിടെ ബ്രേക്ക് ചെയ്യും മക്കളെ? ഇവിടുത്തെ ഒരു ആൻസർ ശ്രദ്ധിച്ചോ. ഇവിടെ ബെൻസീൻ്റെയും ഓക്സിജൻ്റെ അടുക്കും ബോണ്ടുണ്ട്, അതുപോലെ ഓക്സിജൻ്റെയും CH3ൻ്റെ അടുക്ക് ബോണ്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെയും CH3ൻ്റെ അടുക്ക് ബ്രേക്ക് ചെയ്യണോ, ബെൻസീൻ്റെ ഓക്സിജൻ്റെ അടുക്ക് ബ്രേക്ക് ചെയ്യണോ? ഓക്സിജൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ബ്രേക്ക് ചെയ്യണമല്ലോ. എവിടെ ബ്രേക്ക് ചെയ്യും? ശ്രദ്ധിച്ചോ മക്കളെ, ബെൻസീൻ്റെയും ഓക്സിജൻ്റെ അടുക്കുള്ള ബോണ്ട് കുറച്ച് സ്ട്രോങ് ആണ്. കാരണം നമുക്കറിയാം ബെൻസീനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാരണം പറഞ്ഞാലും റെസൊണൻസ് എഫക്റ്റ് ആയിരിക്കും. സോ റെസൊണൻസ് എഫക്റ്റ് കാരണം ഈ ബെൻസീനും ഓക്സിജനും തമ്മിലുള്ള ഫോഴ്സ് ബോണ്ട് കുറച്ച് സ്ട്രോങ് ആണ്. പക്ഷേ ഓക്സിജനും CH3 തമ്മിലുള്ള ബോണ്ട് കുറച്ച് വീക്കാണ്. സോ അവിടെ ബ്രേക്ക് ചെയ്യും. അവിടെ ബ്രേക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക നോക്കിക്കേ. അവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ബെൻസീനിൽ ഓക്സിജനോടെ ബാക്കിയാവും, അപ്പുറത്ത് CH3. ഓക്കെ, ഓയും CH3 നമ്മളെ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ദെൻ O എവിടെയാണോ ബാക്കിയത് അയാളുടെ കൂടെ HIത്തെ ഹൈഡ്രജൻ പോകും, മറ്റേ ആളുടെ കൂടെ Iയും പോകും. എപ്പോഴും ഓർത്ത് വെച്ചോ, HI റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിജൻ എവിടെയാണോ ബാക്കിയത് അയാളുടെ കൂടെ H പോകും. സോ OH ആവും ഇവിടെ, I CH3ൻ്റെ കൂടെ പോകും, CH3I ആവും. വെരി സിമ്പിൾ ആൻസർ. സോ എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ റിയാക്ഷൻ നമ്മൾ എഴുതി, ഐഡൻറ്റിഫൈ A and B കണ്ടുപിടിച്ചു. എന്താണ്? ഫിനോളാണ് ഒരു പ്രൊഡക്റ്റ്, CH3I ആണ് ഒരു പ്രൊഡക്റ്റ്. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അവിടെ കൂട്ടിച്ചേർക്കാം. എന്താണ് കാരണം? OCH3 ബോണ്ട് ഈസ് വീക്കർ ദാൻ ആരേക്കാൾ? OCH3 ബോണ്ട് ഈസ് വീക്കർ ദാൻ ബെൻസീൻ ഓക്സിജൻ ബോണ്ട്. OCH3 ബോണ്ട് ഈസ് വീക്കർ ദാൻ O ബെൻസീൻ. O അറൈൽ റിംഗ്, പിന്നെ നമ്മുടെ ബെൻസീൻ റിംഗുമായിട്ടുള്ള ഓക്സിജൻ്റെ ബോണ്ടിനേക്കാൾ വീക്കറാണ് OCH3 ബോണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൾഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഓർഗാനിക്കിൽ തന്നെ ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ്. അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഒന്ന്, റൈറ്റ് എ കെമിക്കൽ റിയാക്ഷൻ യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൾഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫെലിങ്സ് ടെസ്റ്റ്. ലൂക്കാസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫെലിങ്സ് ടെസ്റ്റ്.
ദെൻ റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് ചോദിച്ചത്. 1 മാർക്കിനാണെങ്കിൽ ലൂക്കാസ് ടെസ്റ്റ്, ഫെലിംഗ് ടെസ്റ്റ് എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ആണെങ്കിൽ ആ റിയാക്ഷൻ കൂടെ എഴുതി വെക്കണം. ഇത് എത്ര മാർക്കിനാന്നുള്ളതിനനുസരിച്ചാണ്. നെയിം ദ കെമിക്കൽ റിയാക്ഷൻ എന്നാണെങ്കിൽ ജസ്റ്റ് ആ കെമിക്കൽ റിയാക്ഷൻ്റെ പേര് മാത്രം എഴുതി വെച്ചാൽ മതി. മാർക്കിനനുസരിച്ച് എഴുതാം. റൈറ്റ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചിട്ട് 1 വേർഡ് മാർക്കിനാണെങ്കിൽ ലൂക്കാസ് ടെസ്റ്റ് മാത്രം എഴുതുക, അല്ലെങ്കിൽ ഫെലിംഗ് ടെസ്റ്റ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ രണ്ടും പോസിബിൾ ആയതുകൊണ്ട് 2 ആൻസറും ഇവിടെ തന്നതാണ്. സോ ലൂക്കാസ് ടെസ്റ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? ആൾഡിഹൈഡ് എടുക്കുന്നു, അതിലേക്ക് ലൂക്കാസ് റിയേജൻറ്റ് ചേർക്കുന്നു. ആരാ ലൂക്കാസ് റിയേജൻറ്റ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അപ്പം AgNH3 ട്വൈസ് ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ്. അപ്പോൾ ബേസിൻ്റെ പ്രസൻസിൽ ആൾഡിഹൈഡ് ചേർക്കുന്നു, ആൾഡിഹൈഡിലേക്ക് ലൂക്കാസ് റിയേജൻറ്റ് ചേർക്കുന്നു. അപ്പോൾ RCHO എന്ന് പറയുന്നയാൾ RCOO മൈനസ് ആകും. AgNH3 ട്വൈസത്തെ Ag വേറെ പോകും, NH3 വേറെ പോകും, OH എപ്പോഴും H2 ആകും. ഞാൻ എന്തിനാ ഇത്രയും ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഇതേപോലെ തന്നെയാണ് അടുത്ത റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുമ്പോൾ രണ്ടും നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, 2 ടെസ്റ്റുകളും. അപ്പോൾ റിയാക്ഷൻ പഠിക്കാൻ ഈസിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ചില മിക്കവാറും മക്കൾസ് റിയാക്ഷൻ പഠിക്കൽ റിസ്ക് ആണെന്ന് പറയും. വെരി സിമ്പിളാണ്. നോക്കിയാൽ ഫെലിംഗ്സ് ടെസ്റ്റത്തെ റിയാക്ഷൻ നോക്കിക്കേ. ഫെലിംഗ് ടെസ്റ്റിലും ആൾഡിഹൈഡ് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഫെലിംഗ്സ് റിയേജൻറ്റാണ് ചേർക്കുന്നത്. അതിലൊരാളാണ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ Cu2+. അപ്പം ഇവിടുത്തെ AgNH3 ട്വൈസിന് പ്ലസ് പകരം Cu2+, OH-. ഇനി ഒന്ന് നോക്കിക്കേ സിമിലാരിറ്റി. ലൂക്കാസ് ടെസ്റ്റിൽ RCHO, ഫെലിംഗ്സ് ടെസ്റ്റിലും RCHO. ലൂക്കാസ് ടെസ്റ്റിൽ ബേസിക് മീഡിയം, ഫെലിംഗ്സ് ടെസ്റ്റിലും ബേസിക് മീഡിയം. ലൂക്കാസ് ടെസ്റ്റിൽ ലൂക്കാസ് റിയേജൻറ്റ് AgNH3 ട്വൈസ്+. ഫെലിംഗ്സ് ടെസ്റ്റിൽ നമ്മുടെ കോപ്പർ സൾഫേറ്റ് അഥവാ ഫെലിംഗ്സ് റിയേജൻറ്റ്. വെരി സിമ്പിൾ. ദെൻ ലൂക്കാസ് ടെസ്റ്റിൽ RCHO RCO- ആയി, ഫെലിംഗ്സ് ടെസ്റ്റിലും RCHO RCO- ആയി. Cu2+ ഇവിടെ Cu2O ആയി, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ദെൻ OH- H2 ആയി, അതുവിടെ അങ്ങനെ തന്നെയാണ്. സോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ റിയേജൻറ്റ് എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സോ ലൂക്കാസ് ടെസ്റ്റിൽ Ag എന്ന് പറയുന്ന ആൾ പ്രൊഡക്റ്റിൽ വരും. ആ Ag എന്ന് പറഞ്ഞാൽ സിൽവറാണ്, അപ്പോൾ ഒരു സിൽവർ മിറർ കാണും. ഫെലിംഗ്സ് ടെസ്റ്റിൽ Cu2O ഫോം ചെയ്യും. Cu2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ Cu2O ഫോം ചെയ്താൽ അവിടെ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ മക്കളെ, നെക്സ്റ്റ്, aldehydes and ketones can be subjected to Clemmensen reduction and Wolff-Kishner reduction. Name the reagents in both cases. ക്ലമൻസണിലെ വൂൾഫ്-കിഷ്ണറിലെ റിയേജൻസിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ എത്ര പേർക്ക് ഓർമ്മയിൽ വന്നു? ക്ലമൻസണിൽ വരുന്നത് സിങ്ക് അമാൽഗം HCl. വൂൾഫ്-കിഷ്ണറിൽ വരുന്നത് ഹൈഡ്രസീൻ അഥവാ NH2NH2 KOH എഥിലീൻ ഗ്ലൈക്കോൾ. ക്ലമൻസൻ്റെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്ലമൻസണിലെ സ്റ്റാർട്ടിംഗ് ലെറ്റർ CL ആണ്, ക്ലമൻസണിലെ സിൽ. അപ്പോൾ HCl ഉണ്ടാവുന്ന ആലോചിക്കുക, ജസ്റ്റ് ഓർത്ത് വെക്കാൻ. പിന്നെ സെൻ എന്നാണ് അവസാനിക്കുന്നത്, ക്ലമൻസൻ. അപ്പോൾ സിങ്ക് അങ്ങനെ ആലോചിക്കാം. ഓക്കെ, ജസ്റ്റ് കുറേ റിയാക്ഷൻ പഠിക്കാനുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് വെച്ച് ഓർത്ത് വെച്ചാൽ അങ്ങനെ കുറച്ചൊക്കെ ഓർമ്മ ഉണ്ടാവും. സോ ക്ലമൻസണിൽ സിങ്ക് അമാൽഗം HCl, അതുപോലെ വൂൾഫ്-കിഷ്ണറിൽ NH2NH2 KOH എഥിലീൻ ഗ്ലൈക്കോൾ. റെഡി? ദെൻ മക്കൾസ്, ഹൗ വിൽ യു മേക്ക് ദ ഫോളോയിങ് കൺവേർഷൻസ്? എഥനോയിക് ആസിഡ് ടു എഥനോൾ. എഥനോയിക് ആസിഡിനെ എങ്ങനെ എഥനോൾ ആക്കും? വെരി സിമ്പിൾ. എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും അവസാനം എഥനോൾ പറഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ടതാണ്. അപ്പോൾ എഥനോയിക് ആസിഡിനെ എഥനോൾ ആക്കണമെങ്കിൽ റിഡക്ഷൻ നടക്കണമെങ്കിൽ LiAlH4 റെഡ്യൂസിങ് ഏജൻറ്റ്, അല്ലെങ്കിൽ B2H6. എഥനോയിക് ആസിഡിനെ എഥനോൾ ആക്കണമെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ചേർക്കുന്ന LiAlH4 ഓർ B2H6 ചേർത്താൽ മതി. തിരിച്ചാണെങ്കിലോ, എഥനോളിനെ എഥനോയിക് ആസിഡ് ആണെങ്കിലോ ഓക്സിഡേഷൻ നടത്തിയാൽ മതി. തിരിച്ചാണെങ്കിൽ ഓക്സിഡേഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ റിഡക്ഷൻ. ഓക്കെ, റെഡി, അതൊക്കെ മക്കൾക്ക് അറിയാം. ദെൻ പ്രൊപ്പനോയിക് ആസിഡിനെ 2-chloropropanonic ആസിഡ്. വെരി സിമ്പിൾ. പ്രൊപ്പനോയിക് ആസിഡിനെ രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ വരണമെങ്കിൽ അത് HVZ റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് HVZ റിയാക്ഷൻ. മറക്കരുത്, HVZ റിയാക്ഷൻ. ഏതെങ്കിലും ഒരു കാർബോക്സിലിക് ആസിഡിന് അതിൻ്റെ രണ്ടാമത്തെ കാർബണിൽ ഹാലോജൻ വരുന്ന റിയാക്ഷൻ HVZ. ഏതെങ്കിലും ഒരു കാർബോക്സിലിക് ആസിഡിൻ്റെ രണ്ടാമത്തെ കാർബണിൽ ഹാലോജൻ വരുന്ന റിയാക്ഷൻ ആണെങ്കിൽ HVZ റിയാക്ഷൻ ആയിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. സോ HVZ റിയാക്ഷനിൽ നമ്മൾ ചേർക്കേണ്ടത് എന്താ? ഹാലോജൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. HVZ റിയാക്ഷനിൽ ചേർക്കേണ്ട റിയേജൻറ്റ് ഹാലോജൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ദെൻ ടൊളുവിനെ എങ്ങനെ ബെൻസോയിക് ആസിഡ് ആക്കാം? ടൊളുവിൻ എന്ന് പറയുന്നയാൾ ഒരു ഹൈഡ്രോ കാർബൺ ആണ്. അതിനെ ബെൻസോയിക് ആസിഡ് ആക്കണമെങ്കിൽ ഓക്സിഡേഷൻ. ബെൻസോയിക് ആസിഡിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ റിഡക്ഷൻ, ആസിഡിലേക്ക് പോകണമെങ്കിൽ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് KMnO4. തൊട്ട് ഫസ്റ്റ് റിയാക്ഷനിൽ നമ്മൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് LiAlH4 ചേർത്ത പോലെ ഇവിടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് KMnO4 ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ് KOH. KMnO4 KOH, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ H3O+ ചേർത്താൽ മതി. സോ KMnO4 KOH H3O+. റെഡി? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ച് പോയിക്കോ. ദെൻ അമൈൻസ് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് അറേഞ്ച് ദ ഫോളോയിങ് അമൈൻസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ബേസിക് സ്ട്രെങ്ത്.
വെരി സിമ്പിൾ മക്കളെ. ഇൻക്രീസിങ് ഓർഡറിൽ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. ഞാനിവിടെ ഓരോന്നിന് ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. മക്കൾ ഓർത്ത് വെച്ചോ, എപ്പോഴും ബേസിറ്റി കുറവ് നിങ്ങൾക്ക് തരുന്നതിൽ ഏറ്റവും ബേസിറ്റി കുറവ് അനിലിനായിരിക്കും, അരോമാറ്റിക് റിങ്ങിലുള്ള മൈൻസിനായിരിക്കും അഥവാ അനിലിനായിരിക്കും. സോ ഇവിടെ A എന്ന് പറയുന്ന ആൾക്ക് തന്നെയാണ് ഏറ്റവും ബേസിറ്റി കുറവ്. അത് കഴിഞ്ഞാൽ അമോണിയക്കായിരിക്കും, അപ്പോൾ Dക്കാണ് അത് കഴിഞ്ഞാൽ കൂടുതൽ. അപ്പോൾ ഏറ്റവും കുറവ് അനിലിൻ, പിന്നെ സെക്കൻഡ് സ്ഥാനം ഉള്ളത് അമോണിയ, അങ്ങോട്ടും ഇങ്ങനെ കൂടി വരികയാണ്. ദെൻ സെക്കൻഡറിയും പ്രൈമറിയാണ് ബിയും സിയും. ബി എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. എങ്ങനെയാണ് സാറിന് സെക്കൻഡറി ആണെന്ന് മനസ്സിലായത്? ബി പ്രൈമറി ആണെന്ന് മനസ്സിലായത്? NH2 കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ അത് പ്രൈമറി, NH ഉള്ളെങ്കിൽ സെക്കൻഡറി. അടുത്തത് പ്രൈമറിയും സെക്കൻഡറിയാണ്. എപ്പോഴും കൂടുതൽ സെക്കൻഡറിക്കായിരിക്കും. ബേസിസിറ്റി ഏറ്റവും കൂടുതൽ സെക്കൻഡറിക്കാണ്. സാധാരണ സൊല്യൂഷൻ കേസിൽ പ്രത്യേകിച്ചും സൊല്യൂഷൻ കേസിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ്? സെക്കൻഡറിക്കാണ്. സോ സെക്കൻഡറിക്കാണ് ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ. സോ ബിക്കാണ്, ബി എന്ന് പറയുന്ന പ്രൈമറിക്കാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിക്കാണ്. കാരണം സി എന്താണ്? ഒരു സെക്കൻഡറിയാണ്. ബി എന്താണ്? ഒരു പ്രൈമറിയാണ്. പ്രൈമറിയേക്കാളും ബേസിറ്റി കൂടുതൽ സെക്കൻഡറിക്കാണ്. റെഡി? ദെൻ റെപ്രസെൻ്റ് എ റിയാക്ഷൻ ടു എക്സ്പ്ലെയിൻ ദ ബേസിക് ക്യാരക്ടർ ഓഫ് അനിലിൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. അനിലിൻ്റെ ബേസിക് ക്യാരക്ടറിന് പിന്നെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ അനിലിൻ ബേസിക് ആണെന്ന് അറിയാലോ, അപ്പോൾ ബേസിൻ്റെ കൂടെ ഒരു ആസിഡ് ചേർത്താൽ മതി. അനിലിൻ്റെ ബേസിക് ക്യാരക്ടറിന് ഒരു റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ അനിലിൻ ബേസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അനിലിൻ ബേസ് ആണെന്ന് നമുക്കറിയാം, അതിൻ്റെ കൂടെ ഒരു ആസിഡ് ചേർത്താൽ മതി. ഇതാ ആൻസർ. ഇതാ അനിലിൻ, ഈ അനിലിലേക്ക് ഒരു HCl ചേർത്തു. അപ്പോൾ സംഭവിച്ചെന്താ? നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ കൊടുക്കുന്നവരാണ് ബേസുകൾ. അയാൾ ആ ലോൺ പെയർ കൊടുത്ത് ഹൈഡ്രജനെ വാങ്ങും. അപ്പോൾ NH3+ ബാക്കി Cl-. NH2ലേക്ക് HCl ചേർത്തപ്പം NH2ലേക്ക് HCl ചേർത്തപ്പോൾ ഈ HCl ഒന്നിച്ച് ഇങ്ങോട്ട് പോയാൽ H ചേർന്നാൽ NH3+ഉം Cl-. റെഡി? ദെൻ നെയിം ദ റിയേജൻസ് യൂസ്ഡ് ഇൻ ദ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറായി. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷനിലുള്ള റിയേജൻസ് അമൈഡിലേക്കാണ് ചേർക്കുന്ന റിയേജൻസ് ആയിരിക്കുക ബ്രോം. അപ്പോൾ ബ്രോമിൻ്റെ കൂടെ ഒരു ബേസും അക്വസ് NaOH. സോ ബ്രോമിനും അക്വസ് അല്ലെങ്കിൽ എഥനോളിക് NaOH, അക്വസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് NaOH. സോ ബ്രോമിനും ബേസും കൂടെ ചേർത്താൽ മതി. ബ്രോമമൈഡ് ഡീഗ്രഡേഷനിൽ, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷനിൽ ബ്രോമിനും ബേസും. റെഡി? ദെൻ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി എബോവ് റിയാക്ഷൻ? ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ്റെ സിഗ്നിഫിക്കൻസ് അതും ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്താ? ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഡീഗ്രഡേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന അമൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അതിൽ 1 കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അമൈൻ. സോ എന്താണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ്റെ സിഗ്നിഫിക്കൻസ്? നിങ്ങൾ എഥനമൈഡാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അമൈൻ മെഥനമൈൻ ആയിരിക്കും. അഥവാ നിങ്ങളുടെ അമൈനിൽ 1 കാർബൺ കുറവായിരിക്കും നിങ്ങൾ എടുത്ത അമൈഡിനേക്കാൾ. അതാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ്റെ സിഗ്നിഫിക്കൻസ്. ദെൻ ഗിവ് 1 കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മീഥൈൽ അമൈൻ ആൻഡ് ഡൈമീഥൈൽ അമൈൻ. എടാ മീഥൈൽ അമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈമറി അമൈനാണ്. ഡൈമീഥൈൽ അമൈൻ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡറി അമൈനായി. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും വേർതിരിക്കാനുള്ള ഒരു ടെസ്റ്റ് പറയാനാണ് പറഞ്ഞത്. മക്കൾ ഓർത്ത് വെച്ചോ, പ്രൈമറി അമൈൻസ് മാത്രം തരുന്ന റിയാക്ഷനാണ് കാർബൈൽ അമൈൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റ്. കാർബൈൽ അമൈൻ റിയാക്ഷൻ്റെ മറ്റൊരു പേരാണ് ഐസോസയനൈഡ് ടെസ്റ്റ്. ഈ ഐസോസയനൈഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത ഇവർ പ്രൈമറി അമൈൻസ് മാത്രമേ റിയാക്ഷൻ തരുള്ളൂ. വിച്ച് മീൻസ് ഞാനിവിടെ ഒരു പ്രൈമറി അമൈൻ എടുക്കുന്നു. കാരണം ക്വസ്റ്റ്യനിൽ റൈറ്റ് ഡൗൺ ദ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു പ്രൈമറി അമൈൻ എടുക്കുന്നു. അതിൽ കാർബൈൽ അമൈൻ റിയാക്ഷൻ നടത്തണമെങ്കിൽ ക്ലോറോഫോം ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ് ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രൈമറി അമൈനിലെ NH2 H2 അങ്ങ് പോകും. അപ്പോൾ പ്രൈമറി അമൈനിൽ മാത്രമേ NH2 ഉള്ളൂ. NH2 പ്രൈമറി അമൈനിൽ മാത്രമേ ഉള്ളൂ. NH2 അതുകൊണ്ട് പ്രൈമറി അമൈൻ മാത്രമേ തരുള്ളൂ. സോ പ്രൈമറി അമൈനിൽ സെക്കൻഡറി അമൈനിൽ NH ഉള്ളൂ, NH2 വേണം. അപ്പോൾ ആ 2 H അവിടുന്ന് പോകും. എന്നിട്ട് അതിന് പകരം ഈ C അങ്ങ് കയറും. അപ്പോൾ അത് NC ആകും, ഐസോസയനൈഡ് ആകും. സോ ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം ഇതിൽ ഐസോസയനൈഡ് ഫോം ചെയ്തു. ഞാനൊരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് പറയുന്നത് നിങ്ങൾ ആ ടോപ്പിക് കൂടെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചില്ല കേട്ടോ. സോ പ്രൈമറി അമൈനിലേക്ക് ക്ലോറോഫോം ചേർക്കുമ്പോൾ ക്ലോറോഫോമത്തെ കാർബൺ പ്രൈമറി അമൈനിലേക്ക് കയറും. ക്ലോറോഫോമിലെ കാർബൺ പ്രൈമറി അമൈനിലേക്ക് കയറി NC ആകും. ദെൻ ക്ലോറോഫോമത്തെ ക്ലോറിൻ പൊട്ടാസ്യമായിട്ട് കൂടി ചെന്ന് KCl ആകും, OH H2 ആകും. ദെൻ ബാലൻസും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് എഴുതിയാൽ മതി. എങ്ങനെ ബാലൻസ് ചെയ്ത് എഴുതാം? 3 ക്ലോറിൻ അല്ലേ, അപ്പോൾ 3 KCl. അപ്പോൾ 3 K വന്നതുകൊണ്ട് 3 KOH. അപ്പോൾ 3 ഓക്സിജൻ വന്നതുകൊണ്ട് 3 H2O. മൊത്തത്തിൽ 3 അങ്ങ് കൊടുത്താൽ മതി. റെഡി? പഠിച്ചേക്കണേ മക്കളെ. ആർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ. യെസ്, ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. റെഡി? നോക്കടാ. ആൽഫ D+ ഗ്ലൂക്കോസും ബീറ്റ D+ ഗ്ലൂക്കോസും തമ്മിലുള്ള വ്യത്യാസം, ആൽഫയും ബീറ്റയും തമ്മിലുള്ള വ്യത്യാസം, അവർ ആനോമേഴ്സ് ആണ് എന്നുള്ളതാണ്. സോ ദ ആൻസർ ഈസ് ആനോമേഴ്സ്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീനെ ഡീനാച്ചുറ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോട്ടീനിലേക്ക് ഫിസിക്കൽ ചേഞ്ചോ കെമിക്കൽ ചേഞ്ചോ വരുത്തിയാൽ, നിങ്ങളെ കയ്യിലുള്ള ഒരു പ്രോട്ടീനെ ഫിസിക്കൽ ചേഞ്ചോ കെമിക്കൽ ചേഞ്ചോ വരുത്തിയാൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുക്കുക, pH മാറ്റുകയൊക്കെ ചെയ്താൽ അതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടും. അങ്ങനെ പിന്നെ ഫോൾഡായിട്ട് കിടക്കുന്ന പ്രോട്ടീനൊക്കെ അൺഫോൾഡായിട്ട് മാറും. ഇതാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. വെൻ എ പ്രോട്ടീൻ ഈസ് സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച് ഇറ്റ് ലോസസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി ആൻഡ് ബിക്കം അൺഫോൾഡഡ്. റെഡി, അതാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. എക്സാമ്പിൾ മക്കളെ, എക്സാമ്പിൾ അഥവാ ചോദിച്ചാൽ എക്സാമ്പിൾ എന്താ? കൊയാഗുലേഷൻ ഓഫ് എഗ്, കൊയാഗുലേഷൻ ഓഫ് എഗ്. പിന്നെന്താ? കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. മിൽക്ക് കേടാക്കുന്നതും പിന്നെ എഗ്ഗ് കൊയാഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. എടാ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതിയ തെറ്റിൻ്റെ, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസും അതിലേക്ക് പെൻറ്റോസ് ഷുഗറും കൂടെ ചേർന്നാൽ പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. ഒരു നൈട്രജൻ ബേസും അതിലേക്ക് പെൻറ്റോസ് ഷുഗറും ചേർന്നാൽ അത് ന്യൂക്ലിയോസൈഡായി. ഓക്കെ, അങ്ങനെ ആ ന്യൂക്ലിയോസൈഡിലേക്ക്, അങ്ങനെ ഉണ്ടായ ആ ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നാൽ, ആ ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. റെഡി? സോ 5 ചാപ്റ്റർ എന്നുള്ള 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത്. നന്നായിട്ട് പഠിക്കണം മക്കളെ.